ഇന്നത്തെ ഗോസ്പല് കണ്ടിന്യൂഷൻ ഓഫ് മിനിസ്ട്രിയാണ്. ഒരാൾ തുടങ്ങി വെച്ചൊരു കാര്യം മറ്റൊരാൾ പിന്തുടരുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവമാണ്. പിതാവിൻ്റെ മിനിസ്ട്രി വളരെ കൃത്യമായി പുത്രൻ ഈ ഭൂമിയിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പൂർത്തിയാക്കി. ഇനി പുത്രൻ്റെ സ്വർഗത്തിലേക്കുള്ള ആരോഹണമാണ്. അപ്പോൾ സഹായകൻ പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്ത് ചെയ്യുമെന്നാണ് ഇന്നത്തെ ഗോസ്പൽ യേശു പറയുന്നത്. പിതാവിൽ നിന്നുള്ളതെല്ലാം എനിക്കാണ്, അതുകൊണ്ട് എനിക്കുള്ളതിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകില്ല, പക്ഷെ ഇനി ഒരാൾ വരുന്നുണ്ട്. അവൻ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. സത്യം ക്രിസ്തുവാണ്. അതിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നതിന് പരിശുദ്ധാത്മാവാണ്. ജ്ഞാനസ്നാന വേളയിൽ മാതാപിതാക്കളോടും ജ്ഞാനമാതാപിതാക്കളോടും പുരോഹിതൻ പറയുന്നൊരു വാക്കുണ്ടല്ലോ, നിങ്ങളെ ഏൽപ്പിച്ച ഈ കുഞ്ഞിനെ വിശ്വാസത്തിൽ പൊലിയാതെ നിങ്ങൾ കാത്തുസൂക്ഷിക്കണം. ഓരോ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ഇതിങ്ങനെ തലമുറയോളം ഇങ്ങനെ കൈമാറപ്പെടണം. സ്നേഹം കൈമാറപ്പെടണം, വിശ്വാസം കൈമാറപ്പെടണം. ഇങ്ങനെ കൈമാറപ്പെടേണ്ട ചില കാര്യങ്ങൾ ഈ ഭൂമിയിൽ അത്യാവശ്യമായിട്ടുണ്ട്. ഒരാൾ തുടങ്ങി വെച്ച കാര്യത്തെ മറ്റൊരാൾ പൂർത്തീകരിക്കണം. ഈ ഭൂമിയിൽ അത് കൃത്യമായി നിറവേറ്റിയ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ കണ്ടിന്യൂഷൻ മിനിസ്ട്രിക്ക് തടസ്സം വരുന്നു?